എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ വഴി സംസ്ഥാന സർക്കാർ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളെയും പദ്ധതികളെയും കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യസമയത്ത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ സംസ്ഥാനത്ത് ഉടനീളം വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനുമുള്ള വാർഡ് സഭകളും ഗ്രാമസഭകളും വിവിധയിടങ്ങളിൽ സജീവമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇത്തരം സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുവാൻ പ്രധാനമായിട്ടും 2 രേഖകളാണ് ഓരോ പൗരന്മാരും നൽകേണ്ടത്. പ്രധാനമായിട്ടും പരിശോധിക്കുമ്പോൾ റേഷൻ കാർഡാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യത്തെ രേഖയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായിട്ട് യൂസർ ഫീ അടയ്ക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർഡും അപേക്ഷയോടൊപ്പം തന്നെ കരുതേണ്ടതാണ്. റേഷൻ കാർഡിൽ പേരുള്ള ഏതൊരു വ്യക്തിയുടെ പേരിലും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ആരുടെ പേരിലാണോ അപേക്ഷ വയ്ക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡിന്റെ പകർപ്പും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യാനുസരണം അപേക്ഷയോടൊപ്പം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഹരിതകർമ്മസേനയ്ക്ക് മാസം തോറും കൃത്യമായിട്ട് യൂസർ ഫീ അടയ്ക്കുന്ന കുടുംബങ്ങൾക്കായിരിക്കും ഇത്തരം പദ്ധതികളിൽ മുൻഗണന ലഭിക്കുന്നത്. യൂസർ ഫീ ഇനത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നതാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് പ്രത്യേക സഹായ പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഊന്നുവടി, വീൽചെയർ, വാട്ടർ ബെഡ് തുടങ്ങിയ സഹായ ഉപകരണങ്ങളും പല പഞ്ചായത്തുകളിലും സൗജന്യമായിട്ടും കട്ടില്, കമ്പിളി പുതപ്പ് എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. APL BPL വ്യത്യാസമില്ലാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മുൻപ് ഇത്തരം ആനുകൂല്യങ്ങൾക്ക് ലഭിക്കാത്തവർക്കും BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പദ്ധതികളിൽ പ്രത്യേകം മുൻഗണന ലഭിക്കുന്നതാണ്. വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റിന്റെ നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡികളും ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ പച്ചക്കറി തൈകൾ, ജൈവവളങ്ങൾ, തീറ്റപ്പുൽ കൃഷിക്കുള്ള സബ്സിഡി, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയുള്ള ധനസഹായങ്ങൾ, മുട്ടക്കോഴി വളർത്തലിനും കോഴിക്കൂട് നിർമ്മാണത്തിനുമുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും അതോടൊപ്പം തന്നെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ധനസഹായവും, പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായങ്ങൾ, പഠനമുറി നിർമ്മാണത്തിനായിട്ട് 2 ലക്ഷം രൂപ വരെയുള്ള സഹായം തുടങ്ങി 30-ൽ പരം പദ്ധതികൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. അപേക്ഷാ ഫോം കൃത്യമായിട്ട് പൂരിപ്പിച്ച് രേഖകൾ സഹിതം ഗ്രാമസഭയിൽ സമർപ്പിച്ചാൽ പരിശോധനകൾക്ക് ശേഷം അർഹരായവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി ആനുകൂല്യം വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.